ഇവനെ ഞാൻ കൊറേ സൈക്കോളജി വേണ്ട പോട്ടെ പാവം ഇവനെ അങ്ങനെ ഞാൻ പബ്ലിക്കലി സൈക്കോ അനലൈസ് ചെയ്യുന്നില്ല. പേഷ്യന്റ് സൈക്കോളജി എത്തിക്സ് ഉണ്ട്, നമുക്ക് നിങ്ങൾക്ക് ഈ സൈക്കോളജിനെ പറ്റി കഴിഞ്ഞ ഇന്റർവ്യൂസിലൊക്കെ കുറെ സംസാരിക്കാൻ പറ്റിയില്ല. അതിന് കുഴപ്പമുണ്ടായില്ല. അപ്പൊ ഞാൻ ഇരുന്നില്ലേ, ഞങ്ങളിപ്പോ അല്ലല്ലോ ഞാനിങ്ങനെ ആലോചിക്കുന്നത് എങ്ങനെ ഓണത്തിന് നമ്മള് ക്രിസ്മസ് എല്ലാരും ചെന്നൈ. അപ്പോ ഞാൻ മലയാളി ചെന്നൈ, ഞാനിവിടെ അമ്പലപ്പുഴ. ഓൺ ஸ்கிரீன்ல இவ்ளோ ரகடா பார்த்துட்டு இன் பர்சன் பாக்கும்போது எந்த இடத்துல ஒரு சின்ன ஆட்டிட்யூட் நான் பார்த்தது இல்ல. அதுதான் அவங்களோட ஆக்டிங். ഇങ്ങനെ ഒരാള് ഡയറക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പെപ്പയ്ക്ക് ചാൻസ് കിട്ടൂ? എന്നെ പൊന്നെ എന്നെ വിളിക്കണ്ട. ഞാൻ പറയാം, പറഞ്ഞു. ഇത് ഒഫീഷ്യലായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. പെപ്പ പറഞ്ഞിട്ടുണ്ട് ഞാൻ പടം ഡയറക്ട് ചെയ്യണമെങ്കിൽ വിളിക്കണം. ഈ മൂവിയിൽ ഒരു പാട്ട് റിലീസ് ആയിട്ടില്ലേ, ചൂളമടിക്കട, ഒന്ന് പാടാമോ? പെപ്പേന അങ്കമാലിയിൽ എല്ലാവരും നമ്മ പെപ്പെ അന്ത മാതിരി அப்படியா? இது எனக்கு தெரியலையே, நான் இப்பதான் தெரிஞ்சது. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം, ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ബയത് ഹോംസ് ഫോർ ബിൽഡേഴ്സ്, കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡേഴ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. നമസ്കാരം, മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബൈറ്റ് ഹോംസ് ഫോർ പ്രസൻസ് ബി വിത്ത് രമ്യ, ആഴങ്ങളിലേക്ക് ഒരു യാത്ര. ഇന്ന് ബി വിത്ത് രമ്യയിൽ എന്നോടൊപ്പം ഉള്ളത് കൊണ്ടൽ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇതിന്റെ താരങ്ങളാണ്. എന്തെന്നാ അത് പറഞ്ഞപ്പോ എല്ലാവരുടെ മുഖത്ത് ഒരേപോലെ അല്ല പ്രസന്റ് ചെയ്ത രീതിയില് ഇങ്ങനെ കൊച്ചു പിള്ളേരെ കണക്ക് നോക്കുവാരാ വന്നിരിക്കുന്നത്. വയസ്സാവും തോറും കുഞ്ഞുകുട്ടികൾ 6-60 ഒക്കെ ഒരുപോലല്ലേ, അതിന്റെയാണ്. എന്താ ഈ കൊണ്ടൽ എന്ന് വെച്ച വാക്കിന്റെ അർത്ഥം എന്താ? അത് ആദ്യം ഒന്ന് പറഞ്ഞു തരും. കാറ്റ് തന്നെയുള്ള അതന്നെയാണ് ഈ സിനിമയിലും. കൊണ്ടൽ കാറ്റ്, അത് കടലില് പല തരത്തിലുള്ള കാറ്റുകൾ ഉണ്ടാവും, അതിനകത്തൊരു കാറ്റാണ്. പിന്നെ അതിന് ഒരു ഇന്നർ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷകൻ, അതായത് ജയിക്കാൻ വേണ്ടിയുള്ളതിനുള്ള കാറ്റ്. അതായത് നമുക്ക് ലൈഫിൽ കുറെ ഡിഫിക്കൽട്ട് ടൈംസ് ഉണ്ടാവും, അപ്പൊ അത് കുറച്ച് കഴിയുമ്പോൾ കാറ്റ് നമുക്ക് അനുകൂലമായിട്ട് വീശാൻ തുടങ്ങും. അതിക്ക് മുമ്പ് പ്രതികൂലമായിട്ട് പല കാറ്റുകളും നമ്മുടെ ലൈഫിൽ കൂടെ പോയിട്ടുണ്ടാവും. പക്ഷെ ഒരു പോയിന്റ് കഴിയുമ്പോൾ അനുകൂലമായിട്ടൊരു കാറ്റ് വീശി തുടങ്ങും, ആ കാറ്റാണ് കൊണ്ടൽ കാറ്റ്. അങ്ങനത്തെ ഒരു കൊണ്ടൽ കാറ്റ് പെപ്പയുടെ ലൈഫിൽ ഇപ്പൊ വന്നിട്ടുണ്ടോ? ഇഷ്ടം പോലെ എന്ന് മുതലേ എല്ലാ ദിവസവും കാറ്റ് വീശും, അനുകൂലം പ്രതികൂലം. ഈ കാറ്റ് കുറച്ച് എനിക്ക് വരുമോ? വേണ്ടേ, ആ കാറ്റിന്റെ അടുത്ത് അത് നല്ലതല്ലേ. കുറെ പ്രതികൂല കാറ്റുകൾ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ കുറച്ച് സ്ട്രോങ് ആവും, നമ്മൾ നല്ല ബോൾഡ് ആവും. അപ്പൊ അനുകൂലമായിട്ട് കാറ്റ് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ തോന്നുന്നു. ലൈഫ് എപ്പോഴും അങ്ങനെയാണല്ലോ, അങ്ങനെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുമല്ലോ. നമ്മള് അതായത് ഒരിക്കലും നമ്മുടെ ലൈഫിൽ എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷെ ആ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ അതിനെ എങ്ങനെ ഡീൽ ചെയ്യുമെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. ഈ കാറ്റുകൾ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് അതൊക്കെ തന്നെ. നമ്മളങ്ങനെ ഡീൽ ചെയ്യുമ്പോഴോ ആദ്യം പഠിച്ച മഹാരാജാസ് മഹാരാജാസ് ரொம்ப ஃபேமஸ் காலேஜ் கொச்சியில. கொச்சியில ரொம்ப ஃபேமஸ் காலேஜ். மகாராஜாஸ் ப்ராடக்ட்னா நீங்க மகாராஜாஸா அந்த மாதிரி ஒரு கேள்வி கேட்க எல்லாரும். ആണോ പറഞ്ഞേ? കള്ള. അപ്പൊ ഈ റിവെഞ്ച് ചെയ്യാനും ഇങ്ങനത്തെ വയലൻസും സംഭവങ്ങളൊക്കെ അന്നേ പഠിച്ചു. അന്ന് പഠിച്ചില്ല, അന്ന് ഞാൻ കാണുമായിരുന്നു, അന്ന് ഓടും കാണുമ്പോ. അതായത് കോളേജിൽ ഓരോ പരിപാടികളുണ്ട്, ഞാൻ ഒരിക്കലും അങ്ങനത്തെ പരിപാടികളിലൊന്നും നിൽക്കാറില്ല. ഈ അടി പരിപാടികൾ ആണോ? രാഷ്ട്രീയത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് അങ്ങനെ അവിടെ ചെയർമാന്റെ ഒരു പാർട്ടിയുടെ ചെയർമാന്റെ ഇതായിട്ട് വന്നിരുന്നു. പക്ഷെ എന്റെ അമ്മ പറഞ്ഞു, നീ അതിൽ പോയി തല്ലുകൊണ്ട് ആശുപത്രി കിടന്നു കഴിഞ്ഞാൽ ഞങ്ങളാരും വരില്ല, ഞാൻ വരില്ല. അപ്പൊ പിന്നെ ഞാൻ പോയില്ല. അത് കേട്ട് അവിടെ നിന്നു. പിന്നെ അത് മാത്രമല്ല, എന്റെ കൂട്ടുകാരന്മാര് പല പാർട്ടിയിലുള്ള ആൾക്കാരുണ്ട്. അളിയാ ഞങ്ങൾ തന്നെ നിന്നെ തല്ലേണ്ടി വരും, അതുകൊണ്ട് ഞാൻ ആ പരിപാടി എന്തിനാണ് വെറുതെ നമ്മുടെ തടി കേടാ. പക്ഷെ വളരെ കീനായിട്ട് അന്നേ ഒബ്സർവ് ചെയ്തു അല്ലേ, എങ്ങനെ ഇവർ അടിക്കേണ്ടത് എങ്ങനെയാണ്. അല്ല, അതായത് എങ്ങനെ രക്ഷപ്പെടാന്നാണ് അന്ന് ഞാൻ പഠിച്ച കാര്യം.
ഓക്കെ, അപ്പൊ അതൊക്കെ കൂടെ ഇപ്പത്തെ നമ്മുടെ ഈ സിനിമയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ആ ഒരു സീരീസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പെപ്പയുടെ നല്ല വയലൻസും ഇങ്ങനത്തെ ഒരു ആക്ഷൻ ത്രില്ലർ പാക്കേജ് ആണല്ലോ എല്ലാ മൂവീസും. അപ്പൊ ആ റിയൽ ലൈഫിൽ കണ്ടിരുന്ന കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരാളെന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള മൂവീസ് ചെയ്യുമ്പോൾ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവില്ലേ? അത് നമ്മള് ഇപ്പൊ ഒരു ക്യാരക്ടറൊക്കെ ചെയ്യണ സമയത്ത് നമ്മള് എപ്പോഴെങ്കിലും നമ്മള് നമ്മുടെ കോളേജ് കാലഘട്ടത്തിൽ മാത്രമല്ല, അതായത് ലൈഫില് എപ്പോഴെങ്കിലും അങ്ങനെ ഒരാളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് അവിടെ പ്രയോഗിക്കാൻ പറ്റും. പ്രയോഗിച്ച് നോക്കുമ്പോൾ ഡയറക്ടർ പറയും വളരെ നന്നായിട്ടുണ്ടെങ്കിൽ നീ വേണമെങ്കിൽ കുറച്ച് അടുത്ത പടത്തിൽ ചെയ്തു, ഞാൻ പറയുന്ന പോലെ ചെയ്താൽ എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ എന്നാലും ചിലപ്പോഴൊക്കെ നമ്മളെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ഇങ്ങനത്തെ പരിപാടികളൊക്കെ. ചില ആളുകളുടെ ചില മാനറിസം ചിലപ്പോ അതൊക്കെ ചിലപ്പോ ഭയങ്കര രസമായിരിക്കും. കുഞ്ഞു സാധനമായിരിക്കും, ചിലപ്പോ ഏറ്റവും കുഞ്ഞു സാധനമായിരിക്കും. പക്ഷെ അത് ഇടുമ്പോ ആ ക്യാരക്ടറിനൊരു, ഞാൻ ആക്ടിങ്ങിനെ പറ്റി വലിയ വർത്താനം പറയാനായിട്ട് ഞാൻ ആരുമല്ല, പക്ഷെ എന്നാലും നമ്മളിപ്പോ ട്രൈ ചെയ്യുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നല്ല രസമാണ്, ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതിനെ പറ്റി അറിയാൻ ശ്രമിക്കുമ്പോ ഭയങ്കര രസമാണ്. അതായത് പുള്ളിയൊക്കെ തിയേറ്ററൊക്കെയാണ്, തിയേറ്റർ പരിപാടികള്. പുള്ളിക്ക് ഇവിടെ ഷൂട്ടില്ലെങ്കിൽ പുള്ളി അവിടെ പോയിട്ട് തിയേറ്റർ ചെയ്യും. അങ്ങനല്ല, I love theater. I'm from a theater background. Also hospital clown. ഇപ്പോഴും നിറയെ പ്രോഗ്രാംസ് അറിയാലോ. ഇപ്പൊ hospital clowning ചെയ്യാറുണ്ട്. Every week. Yeah. Oh, so cool. So we do hospital clowning. ഇപ്പോ ഞങ്ങളെ ഫ്രണ്ട്സ്, തിയേറ്റർ ഫ്രണ്ട്സ് കൂടിയിട്ട് we try to have workshops for ourselves. Brush ചെയ്യാൻ വേണ്ടിയിട്ട്, to see where we are. Because എനിക്ക് 10 പടം കഴിഞ്ഞിട്ട് I'm feeling like I'm lost. Okay, I have to do something. അങ്ങനത്തെ ഒരു ഫീലിംഗ് വരുമ്പം, and I want to do another theater production maybe next year. സമയം കിട്ടുമോ എല്ലാ സമയം I had to give it time and do. Yeah, always a student. പക്ഷേ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണല്ലേ, എല്ലാവരും പറയും. കാരണം തിയേറ്ററിൽ നിന്ന് വന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർക്ക് എന്ത് തരത്തിലുള്ള ക്യാരക്ടർ കൊടുത്താലും ബ്രില്യന്റ് ആയിട്ട് അവരത് ചെയ്യും എന്നുള്ളത്. അതിപ്പോ ഡാൻസിങ് റോസിൽ അത് തന്നെ നമ്മൾ കണ്ടതാണല്ലോ. ഇതൊക്കെ your confidence is always there. അല്ലേ? Your confidence to that you can certainly do a character ഉണ്ടാവും. പക്ഷേ like everybody else who's not from theater background also, ആ അൺസർട്ടനിറ്റി ഉണ്ടാവും. Okay, can I do this? ആ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. പക്ഷേ ഇറ്റ്സ് എ പ്രോസസ് അല്ലേ. ഇനി ക്യാരക്ടർ we don't നമുക്ക് അറിയില്ല, അത് 100% we don't know. Like രാജു പറഞ്ഞ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞ മാതിരി, we just start with something in our mind, and as days go by in the shoot, we discover the character, I'll learn nuances. Sometimes like Pepe പറഞ്ഞ മാതിരി മാനറിസം നമുക്ക് വരും, ഇതിട്ടാൽ നല്ല എൻഹാൻസ് ചെയ്യാൻ ക്യാരക്ടർ. അങ്ങനത്തെ ഒരു ഞാനും പെപ്പേനെ മാതിരി സ്റ്റുഡന്റ് തന്നെ. ഇത് ഹീറോ, ഇത് വില്ലൻ, അങ്ങനെയാണോ? അങ്ങനെ ഒന്നും ഇത് മനോഹരമായ ഇമോഷനുള്ള ഒരു കടൽപ്പടം. ഇതിന്റെ ടീസർ കണ്ടിട്ടേ എനിക്ക് തോന്നി ഭയങ്കര ഇതൊരു ആക്ഷൻ സംഭവം പാക്കേജ് ആണല്ലോ. ഇത് ആക്ഷൻ മാത്രല്ല, ആക്ഷൻ ഉണ്ട്, ആക്ഷൻ നല്ല രീതിയിലുണ്ട്, ഇല്ലാന്ന് പറയാനില്ല. അതേപോലെ തന്നെ നല്ല ഇമോഷൻ ഉണ്ട് പടത്തിന്. ഒരു ഇമോഷണൽ സിനിമയും കൂടിയാണ്. ആ ഇമോഷണൽ ഞങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ടാണോ ഗൗതമിയാണോ ഞങ്ങളിലേക്ക് ഇമോഷൻ കൊണ്ടുവന്ന് തരുന്നത്? ഗൗതമിയും പ്രതിഭയും കൂടിയാണോ? എല്ലാവരും കൂടിയിട്ടാണ് ഇമോഷൻ. എല്ലാരും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് ഈ പടത്തിൽ ചെയ്യുന്നത്. അത് നിങ്ങളൊക്കെ സിനിമ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ എന്തിനാ ഇമ്പോർട്ടന്റ്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ആ രീതിയിലുള്ള ഇമ്പോർട്ടൻസ് നമ്മള് 4 പേര് മാത്രമല്ല, കുറെ പേരുണ്ട്. മെയിൻ ക്യാരക്ടേഴ്സ് നന്ദു ചേട്ടനുണ്ട്, മണികണ്ഠനുണ്ട്, ചേച്ചിയുണ്ട്, കുറെ പേരുണ്ട്, ശരത് സഭ, കുറെ പേരുണ്ട്. ബോട്ട് എന്ന് പറഞ്ഞ ഒരു ഉണ്ട്. ഇമോഷൻസ് ആർ ബോത്ത് ഇൻ ലാൻഡ് പോർഷൻ ആൻഡ് സീ പോർഷൻ. രണ്ടിലും ഉണ്ട്, വെള്ളത്തിലും കരയിലും. അടിയിലുണ്ട്, വെള്ളത്തിന്റെ അടിയിലും. മനസ്സിലായി. അപ്പൊ മൊത്തത്തിലൊരു പാക്കേജ് ആണ്. എന്താ പറയാ, നമുക്ക് ഇതിൽ നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് ഇപ്പൊ നിങ്ങളുടെ ഈ മൂവിയിൽ ഒരു പാട്ട് റിലീസ് ആയിട്ടില്ലേ, ചൂളമടിക്കട, ഒന്ന് പാടാമോ? ജസ്റ്റ് ഒരു 2 ലൈൻസ്. എല്ലാരും കൂടെ ചേർന്ന് പാടാനല്ലേ, അപ്പൊ ഒരു ഫീൽ കിട്ടട്ടെ. പെപ്പ റെഡിയായി. പറഞ്ഞോ, ചൂളമടിക്കട. അതൊന്നല്ല, നിങ്ങളുടെ റേഞ്ച് പറയാലോ. അതൊന്നും കുഴപ്പമില്ലെന്നേ. പാടൂ പ്രതിഭ. യെസ്, എടുക്ക, ലീഡ് എടുക്ക. ചേച്ചി ഇത് എന്നെ കൊണ്ട് ചൂളമടിക്കട, ചൂളമടിക്കട, തലമടിക്കട, ഹോ പൊരിപ്പരക്കട,
സ്വന്തം പാട്ടില് റിലിക്സ് പോലും അറിയത്തില്ല. നല്ല പ്രൊമോഷൻ വന്നിരിക്കുകയാണ്. நேத்துதான் ரிலீஸ் ஆச்சு. ഇത് നിങ്ങൾ എല്ലാരും ഇങ്ങനെ വന്നിട്ട് ഇദ്ദേഹം മാത്രം വേറൊരു കോസ്റ്റ്യൂമിലേക്ക് ഓടി പോയിട്ടുണ്ടല്ലോ. അല്ല ഞങ്ങളൊക്കെ ഓണം പിടിച്ചതാണ്. മാനേജർ മുണ്ടെടുക്കണേ. അപ്പൊ എന്താ പെപ്പോട് പറഞ്ഞില്ലേ ഞാൻ ക്രിസ്മസ് പിടിച്ചത് എന്ത് ചെയ്യാ. അത് ഓണം പിടിച്ച് ഇവിടെ തന്നെ നിക്കണം. നല്ല രസമുണ്ട്. ഓക്കെ. ഗൗതമി, നിങ്ങള് ഗൗതമി ആണെങ്കിലും പെപ്പെ ആണെങ്കിലും, പെപ്പെ ഇപ്പൊ കഴിഞ്ഞ വർഷം ഓണത്തിന് അതിലേക്ക് ഞാൻ ഇപ്പൊ എത്താം. വേണം എത്തണമെന്നില്ല. കൊറേ പറഞ്ഞു കഴിഞ്ഞോ കൊറേ സാരല്ല, നമുക്ക് എന്നാലും എത്താം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് മാത്രം വരികയാണ്. വരുമ്പോൾ ആ വസന്തം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. നല്ല എന്നും നമ്മൾ ഓർത്ത് വെക്കുന്ന പോലത്തെ ക്യാരക്ടർ തന്നിട്ട് അങ്ങ് പോവുക തന്നെയാണ് ചെയ്യുന്നത്. എന്താണ് ഇതിന്റെ പിന്നിലത്തെ രഹസ്യം? ഇല്ല വേറൊന്നും അല്ല. ഞാൻ ഓണസ്റ്റ്ലി എനിക്ക് ആദ്യമൊക്കെ ഞാൻ സിനിമയിൽ അഭിനയിക്കുമെന്ന് തീരെ വിചാരിച്ചതേ അല്ല. കാരണം ഞാൻ കുറച്ച് അക്കാഡമിക്സ് ആയിട്ട് ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരു രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ആദ്യത്തെ പടം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആ കല എന്നുള്ളൊരു രീതിയിൽ എനിക്ക് സിനിമയെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഞാനിപ്പോ പടം ചെയ്യുന്നത് എന്താണ് 10 പേര് അറിയാനായിട്ടോ അല്ല, അതെന്റെ ഭാഗമായിട്ട് വരുന്നത് തന്നെയാണ്. പക്ഷെ എൻഡ് ഓഫ് ദി ഡേ ഞാൻ ആലോചിക്കുന്നത്, ഞാൻ ഒരു 10-20 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ആലോചിക്കുമ്പോഴത്തേക്കും ഞാൻ ഒരു ഇപ്പം ഒന്നും വേണ്ട, ഇപ്പൊ ഇത്രയും നാളും കഴിഞ്ഞിട്ട് എല്ലാവരും എന്നെ ഇപ്പോഴും ഡയമണ്ട് നെക്ലസ് എന്ന് പറഞ്ഞിട്ടാണ് ഓർക്കുന്നത്. സോ ആ രീതിയിലുള്ള ക്യാരക്ടേഴ്സ് എനിക്ക് ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ എനിക്കത് മതി. സോ ഇൻ ദ സെൻസ് ഒരു 100 പടം ചെയ്യണമെന്നൊരു ആഗ്രഹമൊന്നും ഇല്ല എനിക്ക്. ഒരു 10 പടം ചെയ്താലും നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ നല്ല നല്ല സിനിമയുടെ ഭാഗങ്ങളാവാം. അതിപ്പോ ഒരു കുട്ടി റോളാവാം, ഇല്ലെങ്കിൽ ഒരു തുടക്കം തൊട്ട് അവസാനം വരെ ഉള്ളതൊരു റോളും ആയിരിക്കും. എങ്ങനെ വേണമെങ്കിലും ആവും. ക്യാരക്ടർ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വേണ്ട, നല്ലൊരു കഥയാണെങ്കിൽ ആ കഥയിൽ ഒരു 5 മിനിറ്റ് ഭാഗമാണെങ്കിലും ഞാൻ അതൊരു ഭാഗമായിട്ട് കരുതത്തുള്ളൂ. അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ ഗൗതമിയുടെ വേറെ ഏതൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ബോധപൂർവം എന്നെ ചില ആൾക്കാർ ഈ സിനിമയിൽ നിന്നും ഒഴിവാക്കി, അതുകൊണ്ട് ഞാൻ എനിക്ക് എന്റെ അക്കാഡമിക്സിൽ ശ്രദ്ധിക്കാൻ പറ്റി. അങ്ങനെ ഞാൻ പറയത്തില്ല. അതിന്റെ ഇപ്പൊ ഞാൻ കുറച്ച് സംസാരിക്കുവാണെങ്കിൽ അതിൽ വേറെ കുറെ ആസ്പെക്ട്സ് ഉണ്ട്. പക്ഷെ ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ച 2 പടത്തിൽ നിന്നും എന്നെ ഒഴിവാക്കിയത് സത്യമാണ്. അത് എന്റെ ചുറ്റുമുള്ള കുറെ ആൾക്കാർക്ക് അതിനെപ്പറ്റി അറിയുകയും ചെയ്യാം. ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാനും ആ സമയത്ത് പറഞ്ഞു. ഇപ്പൊ അതിനെപ്പറ്റി എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. കാരണം നടക്കേണ്ടത് നടക്കും, നമുക്ക് വരേണ്ടതേ നമുക്ക് വരുള്ളൂ എന്ന രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത്. ബട്ട് ആ ഒരു രീതിയിൽ ചിന്തിക്കുവാണെങ്കിൽ എന്റെ ചുറ്റുപാടുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ അനുഭവിച്ച അത്രയും എനിക്ക് പ്രശ്നങ്ങളൊന്നും ദൈവം സഹായിച്ചതുവരെ എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. സോ പഠിത്തം എന്ന് ഞാൻ ഉദ്ദേശിച്ച് ഞാൻ സൈക്കോളജി മെയിൻലി എടുത്തത്. എനിക്ക് സൈക്കോളജി എന്ന് വെച്ചാൽ മനുഷ്യന്മാരെ പറ്റി പഠിക്കുന്നതാണ്. സോ ആ രീതിയിൽ അതെങ്ങനെങ്കിലും എനിക്ക് സിനിമയിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ആഗ്രഹത്തിൽ തന്നെയാണ് ഞാൻ അക്കാഡമിക്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്തത്. പക്ഷെ പഠിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും എനിക്കത് വേറെ ഒരു തരത്തിലുള്ളൊരു രസമായിട്ട് അങ്ങോട്ട് തലയിൽ കയറി പിടിച്ചു. സോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആ സമയത്ത് എനിക്ക് നല്ല നല്ല ഇങ്ങനെ ഇവരുടെ ഒക്കെ കൂടെ ഇങ്ങനെ അഭിനയിക്കാൻ ഒരു പടം കിട്ടുമ്പോഴത്തേക്കും ഞാൻ അതിൽ നിന്നൊരു ബ്രേക്ക് എടുത്ത് ഞാൻ വന്നിട്ട് തിരിച്ച് ഞാൻ പഠനത്തിലേക്ക് പോകും. സോ അതാണ്. അല്ലാതെ എനിക്ക് അങ്ങനെ വ്യക്തിപരമായിട്ട് എനിക്ക് ആർക്കെങ്കിലും വിരോധമോ ദേഷ്യമോ അങ്ങനെ ഒന്നും ഇല്ല. സംഭവിക്കേണ്ടത് സംഭവിച്ചു, സിനിമയാണ് അത്. എനിക്കല്ല ആർക്കും എപ്പോ വേണമെങ്കിലും സംഭവിക്കാന്നേ ഉള്ളൂ. അത് ഞാൻ അങ്ങനെ കാര്യമായിട്ട് എടുത്തിട്ടുമില്ല. അത് അതിൻ്റെതായ രീതി കണ്ടിട്ട് ഞാൻ മുന്നോട്ട് എനിക്ക് പറ്റുന്ന രീതി നല്ലോണം ജീവിച്ചു പോകുന്നേ ഉള്ളൂ. ഇവരുടെയൊക്കെ മുഖത്തേക്ക് ഒന്ന് നോക്കിയിട്ട് സൈക്കോളജിക്കലായിട്ട് എന്താണ് ഈ പെപ്പനൊന്ന് നോക്ക്. ഇവനെ ഞാൻ കുറെ സൈക്കോളജി വേണ്ട പോട്ടെ, പാവം ഇവനെ അങ്ങനെ പബ്ലിക്കലി സൈക്കോ അനലൈസ് ചെയ്യുന്നതാണ്. പേഷ്യന്റ് സൈക്കോളജി എത്തിക്സ് ഉണ്ട്. നമുക്ക് പബ്ലിക്കിൽ പറയാൻ പറ്റാത്ത എന്തോ. അയ്യോ ഇല്ല അങ്ങനൊന്നും ഇല്ല. പക്ഷെ പാവം ചെക്കൻ, നല്ല മനുഷ്യൻ, പാവം ചെക്കൻ, ഒരു പ്രശ്നമില്ലാതെ ജീവിച്ചു പോവാണ്. ഒന്നുമില്ല. പ്രതിഭ ഭയങ്കര പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആളാന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഞാനോ? അല്ലേ? ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ചോദിച്ചപ്പോ ഒന്നും മിണ്ടാണ്ട് കിട്ടും. അപ്പൊ ഞാനൊന്ന് ഇവിടെ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. പ്രത്യേകിച്ച് സിനിമ ഒക്കെ കണ്ട ഞാനിപ്പോ മുഖത്ത് നോക്കി ഇങ്ങനെ ഫുൾ ഇങ്ങനെ എല്ലാം അങ്ങനെ ഒന്നും ഇല്ല. എനിക്ക് ഒരാളുടെ അടുത്ത് ബേസിക്കലി സംസാരിക്കുമ്പോഴത്തേക്ക് ഒരു ഐഡിയ കിട്ടും. പക്ഷെ അല്ലാതെ ഇൻഡെപ്ത് ആയിട്ട് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പെട്ടെന്ന് ഒരാളുടെ ബോഡി ലാംഗ്വേജ് മാനറിസംസ് ഇല്ല, അതെനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ആദ്യത്തെ രീതിയിൽ നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ എനിക്ക് എങ്ങനെ പറ്റിക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നമ്മൾ എല്ലാവരും പുതിയതായിട്ട് ആൾക്കാരെ കാണുന്നത്. സോ ഐ വിൽ ഓൾവേസ് പുട്ട് മൈ ബെസ്റ്റ് ഫുട്ട് ഫോർവേഡ്. അതുകൊണ്ട് ഞാനിപ്പോ പുതിയതായിട്ട് ഒരാളെ കാണുവാണെങ്കിൽ ഞാൻ അവരോട് അധികം മിണ്ടില്ല. ഞാൻ അവരെങ്ങനെയാണ് ബാക്കിയുള്ളവർക്ക് ഇന്ററാക്ട് ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ അവരെ പറ്റി ഒരു അനാലിസിസ് ഉണ്ടാക്കുന്നത്. സോ എല്ലാം കഴിയുമ്പോ എന്നെ കുറിച്ചൊന്നും ഒന്ന് പറയണേ. ഇനി ഞാൻ പ്രതിഭയുടെ അടുത്ത് ചോദിച്ചതാ. പറയൂ പ്രതിഭയ്ക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല.
കുറച്ച് ഇംഗ്ലീഷ് അപ്പൊ ഇത് എവിടെയാ വേറെ ബിലോങ് അപ്പോ She speaks Tamil. തമിഴ് நீங்க தமிழா தமிழ் அவங்க தமிழ் அப்ப நீங்க எல்லாரும் சென்னை அப்போ ഞാൻ മലയാളി മലയാളി ഞാൻ വന്ന് ചെന്നൈ. ലോക്കൽ ബോയ് லோக்கல் போய் അങ്കമാലി ലോക്കൽ ബോയ് ഞാൻ ഇവിടെ അമ്പലപ്പുഴ நீங்க தமிழா இல்லையே நான் இங்க മലയാളി நானும் மலையாளி தான் இங்க பக்கத்துல தானே இருக்கேன் ஓகே ஓகே இப்ப புரியுது நீங்கள எங்க சென்னையில எங்க இல்ல நான் சென்னையில இப்போ பெங்களூர் ஷிஃப்ட் ஆயிட்டோம் ஓகே யா இப்போ உங்களுக்கு பெங்களூர் இவங்கள நேரത്തെ தெரியுமா அப்ப ஷபீருக்கு தெரியும் எனக்கு இன்னைக்கு தான் தெரியும் ഷബീർ ഇസ് ഓൾസോ ആക്ച്വലി ഞാൻ ഇദ്ദേഹത്തിന് ഇന്നാണ് ഞാൻ സിനിമയില് ഞങ്ങൾക്ക് ഇതുവരെ ഒന്നിച്ച് സീനൊന്നും ഇല്ലായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ആക്ച്വലി വി ജസ്റ്റ് മീറ്റിംഗ് പ്രൊമോഷന്റെ സമയത്ത് So, yeah. ഒരേ സിനിമയുടെ പ്രൊമോഷൻ Yes. വന്നിരിക്കുകയാണ് ഇത് എത്ര നാൾ ഉണ്ടായിരുന്നു ലൊക്കേഷൻ ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് 100 ദിവസം ഒരു 100 ദിവസം അല്ലേ 6 മാസത്തെ ഒരു പ്രോസസ് ആയിരുന്നു മൊത്തം ആണോ 103 ദിവസത്തെ ഷൂട്ട് പല ഷെഡ്യൂളായിട്ട് ഇങ്ങനെ 80 കിലോ ഉണ്ടായിരുന്നു ഞാൻ 89 കിലോ 100 ഒരു ട്രാൻസ്ഫോർമേഷൻ 100 ദിവസമാണ് നമ്മൾ അന്ന് തികച്ചതെന്ന് തോന്നുന്നു 103 എന്തോ അങ്ങനെ എന്തോ അല്ലേ 100 ദിവസം 100 Yeah. 100 ദിവസം ഓക്കേ 100 ദിവസം ഇരുന്നിട്ട് ഇപ്പോഴാണ് കാണുന്നത് അല്ല അതെന്താ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കരയും പല കടലും schedules ആയിരുന്നു. വ്യത്യാസമാണ് അപ്പം ചില സമയത്ത് ചിലയിടത്തുള്ള ക്യാരക്ടേഴ്സ് ആ മീറ്റ് ചെയ്യത്തില്ല അപ്പം ഇദ്ദേഹം എപ്പോഴും വെള്ളത്തില അല്ല ഇദ്ദേഹത്തിന് ബോട്ടിലായിരുന്നു ഞങ്ങളൊക്കെ തമ്മിലുള്ള പരിപാടികളുണ്ടായിരുന്നു ബോട്ട് ഫ്രണ്ട്സ് பிரதமர் நீங்களே சொல்லுங்க சென்னையில நீங்களும் நிறைய பேரை பாத்திருக்கேன் நிறைய பாய்ஸ் எல்லாம் பாத்திருக்கேன் அவங்கள மாதிரியா நம்ம பையன் எப்படி இருக்க சொல்லுங்க வெரி சில்ட் வெரி ஃபன்னி பண்ணியா Yeah. அப்புறம் டவுன் டு எர்த் he's always டவுன் டு எர்த் இங்க வா இப்படியே இருக்கு அப்படியே இருக்கு അവിടെ ഇരി. ஏய் இங்க எல்லாருக்கும் எப்படின்னா ஆண்டனி பெப்பேனா இங்க யங்ஸ்டர்ஸ் பிரத்யேகம் இந்த யூத்துக்கெல்லாம் ரொம்ப ஹரோ எல்லாரும் சொன்னா நம்ம பையன் எல்லாருக்கும் அப்படியே ரிலேட் பண்ணுவான் பெப்பே இந்த மாதிரி பண்ணியனா நம்ம யாராவது பண்ணன மாதிரி ചേച്ചി അത്ര പറഞ്ഞാൽ മതി ഞാൻ இல்ல കുറച്ചും കൂടി ഇരിക്കട്ടെ ബിരിയാണി ഒരു പ്രാവശ്യം മേടിച്ചൊന്നല്ലേ വേറെ എന്തെങ്കിലും എന്നാലും അടുത്ത പ്രാവശ്യം എന്തെങ്കിലും കൂടി ഓണ സമ്മാനം കൊണ്ട് വേണം എനിക്ക് വരാൻ അതുകൊണ്ടാണ് இல்ல அப்படிதான் சொல்லுங்க இல்ல ஆன் ஸ்கிரீன்ல இவ்ளோ ரகடா பார்த்துட்டு இன் பர்சன் பாக்கும்போது எந்த இடத்துலயும் ஒரு சின்ன ஆட்டிடியூட் நான் பார்த்தது இல்ல அதுதான் அவங்களோட ஆக்டிங் இல்ல இல்ல எல்லா டைமும் ஆக்ட் பண்ணிட்டே இருக்க முடியாதுல்ல எங்கேயாவது தெரிஞ்சிடும்ல ഇല്ലയേ ഇല്ല എന്താണ് പെപ്പെ ഗേൾസ് ഒക്കെ ഇങ്ങനെ തന്നെയാണല്ലോ പറയണേ അല്ല അങ്ങനെ എന്താ ചെയ്യാ എല്ലായിടത്തും ഇങ്ങനെ ഭയങ്കര സ്വീറ്റ് ഇതൊരു സ്വീറ്റ് റിവെഞ്ച് ആണോ ഈ മൂവി ആണോ എങ്ങനെ ഒരു ഭയങ്കര സ്വീറ്റ് ആയിട്ട് റിവെഞ്ച് കൊടുക്കുന്ന ഒരു സംഭവമാണോ അതോ ഭയങ്കര റിവെഞ്ച് കൊടുക്കുന്ന ഒരു മൂവി തന്നെയാണല്ലോ അല്ലേ റിവെഞ്ച് ആണല്ലോ ഫൈനൽ റിവെഞ്ച് ഉണ്ട് ഇതിനകത്ത് സ്വീറ്റ് അല്ല അത്രയ്ക്ക് സ്വീറ്റ് അല്ല ഓക്കെ ഇതില് നിറയുന്നുണ്ട് റിവെഞ്ച് ഉണ്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഉണ്ട് ഒരു അന്വേഷണം ഉണ്ട് എല്ലാ പരിപാടിയും എല്ലാ ഇമോഷനും മിക്സ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് ഓക്കെ അപ്പൊ റിയൽ ലൈഫിൽ എങ്ങനെയാ പെപ്പെ ഇത് ഇങ്ങനെ എല്ലാ ഇമോഷനും ഇങ്ങനെ കൊണ്ടേ നടക്കുന്ന ഒരാളാണോ അതെ 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 എനിക്ക് പെട്ടെന്ന് ചിലപ്പോ ദേഷ്യം വരും ഭയങ്കരമായിട്ട് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളാണ് അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ കുറച്ച് കഴിയുമ്പോ ഇതാവും ദേഷ്യം വരുമ്പോ ചിലപ്പോ ഭയങ്കര എന്തൊക്കെയാ പറയണേന്ന് എനിക്ക് പോലും അറിയാൻ പാടില്ല പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോ ഭയങ്കര പാവവും ഇതാണ് റിയലി ഞാൻ പക്ഷെ ആ സമയത്ത് എനിക്ക് എന്താ തോന്നണേ അതൊക്കെ പറയും അതിപ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ചിലപ്പോ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും അങ്ങനത്തെ ഒരു വൃത്തിയുടെ ക്യാരക്ടർ എനിക്കുണ്ട് പക്ഷെ അത് മാറ്റാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് മാറില്ല പക്ഷെ എന്നാലും യെസ് അത് യു ഓൾ ഹാവ് എന്ന് പറഞ്ഞാൽ വേറെ ആയിരിക്കും അപ്പൊ ഉദ്ദേശിച്ചത് ജനറലി സി ഐ ഹാവ് വെൻ യു ഇപ്പൊ ഞാൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ യു സി എ സർട്ടൻ പാർട്ട് ഓഫ് ദാൽ ബി ലൈക്ക് ഹി സെഡ് ദർ ഇസ് അദർ പേഴ്സൺ ഹു ഐ ഷോ മൈ അദർ പാർട്ട് സോ എല്ലാവർക്കും ആ ട്രേറ്റ്സ് ഉണ്ട് ഡിപെൻഡിങ് അപ്പോൺ വാട്ട് அது இருக்கு ஆனா அவங்க மீன் பண்ணி என்னன்னா அந்த மூக்கத்திலே சுண்டி வருவாங்க இமிடியேட் அந்த சுண்டி வருவாங்க എന്റെ ഇവിടെ വന്നിട്ടില്ലല്ലോ ഇതുവരെ സോ അല്ല അങ്ങനെയല്ല ഞാനത് പൊതുവെ ഇൻ ജനറൽ ക്യാരക്ടർ ഞാൻ ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആയ ആളുകളുടെ അടുത്തൊക്കെ ആയിരിക്കും അത് കാണിക്കുക ഒബ്വിയസ്ലി അവര് അപ്പോഴല്ലേ നമുക്ക് ഇമോഷൻ അല്ലെങ്കിൽ മറ്റൊരാളുടെ അടുത്ത് കാണിച്ചാൽ തല്ലി കിട്ടിയാലോ അപ്പൊ എത്ര തവണ ഭാര്യയുടെ അടുത്ത് കാണിച്ചിട്ടുണ്ട് അല്ല ഇത് കേട്ടില്ലേ പർട്ടിക്കുലർലി ഇതിങ്ങനെ അറ്റാച്ച്മെന്റ് ഇല്ലല്ലോ അയ്യോ അങ്ങനെയല്ല അത് നമ്മൾ പിന്നെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ലല്ലോ എപ്പോഴും നല്ല ഹെൽത്തി നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോബ്ലത്തിനുള്ള ഒരു ചാൻസ് പോലും ഇല്ല ഞാൻ പണി തരാം എന്നിട്ട് ചൂടാവ്
അതെ ഞാൻ പണി തരാം, ചൂടാവ്. ആ കൊടുക്ക ഓണത്തല്ലേ എന്നത് വെറുതെ വിടും, ഞാൻ ഈ സൈഡിൽ കൂടെ പൊക്കോട്ടെ. ഇല്ലെന്നേ ഒരു ഓണത്തല്ലേ ഏ ചെയ്യുന്നത്. ഇല്ല, താല്പര്യമില്ല. ഈ ഓണത്തിന് കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് ഓടി വന്ന് RDX തന്നു, ഭയങ്കര സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആക്കി, എന്നിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഈ പ്രാവശ്യത്തെ ഓണത്തിന് വീണ്ടും ഇത് കൊണ്ടലുമായിട്ട് അങ്ങനെയൊന്നുമില്ല. നമ്മളിത് അതായത് പെട്ടെന്ന് തന്നെ ഷൂട്ട് ചെയ്ത് ഇറക്കണം എന്നൊക്കെ വിചാരിച്ചു. ഓണത്തിന് വേണ്ടി പ്ലാൻ ചെയ്ത സിനിമയൊന്നുമല്ല. അല്ല. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, നമ്മളൊരു 3 മാസത്തിൽ അല്ലെങ്കിൽ 2.5 മാസത്തിൽ ചെയ്ത് തീർക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ്. പക്ഷെ ക്ലൈമറ്റ്, ലൊക്കേഷൻ ചേഞ്ച്, അങ്ങനെയാണ് ഇത് ഈ ഒരു 100 ദിവസം എന്നാണ് അതിന്റെ ഒരു 6 മാസം 5.5 മാസം എടുത്തിട്ടാണ് ഈ 100 ദിവസം നമ്മള് ഇതാക്കിയത്. അപ്പൊ അങ്ങനെ നമുക്ക് പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അതങ്ങനെ ഓണത്തിന് അങ്ങനെ എത്തി. ഓ അങ്ങനെ കുറച്ചുകൂടി പോയിരുന്ന ക്രിസ്മസിന് എത്തിയെന്നെ. ഞങ്ങൾ ഓണത്തിന് എത്തിയില്ലോ. അടുത്തുണ്ടല്ലോ ദാവീദല്ലേ, ദാവീദുണ്ട്. അതപ്പോ ഇനിയിപ്പോ ക്രിസ്മസിനുണ്ടോ? അത് ക്രിസ്മസ് ട്രൈ ചെയ്യുന്നുണ്ട്, തീരുമെന്ന് അറിയില്ല. ഇനിയിപ്പോ 90% ഷൂട്ട് കഴിഞ്ഞു, പടത്തിന്റെ 90% കഴിഞ്ഞു. ഇനിയിപ്പോ ക്ലൈമാക്സും ഒരു ഫ്ലാഷ് ബാക്ക് പരിപാടി മാത്രമേ എടുക്കാനുള്ളൂ. അത് ചിലപ്പോ ഡിസംബറിൽ ഇറങ്ങും അല്ലെങ്കിൽ ജനുവരിയിൽ ഇറങ്ങും. ഇതൊക്കെയാണ് പ്ലാൻ. ഓക്കെ. അതും ഈ പറയുന്ന പോലെ തന്നെ ഭയങ്കര ഒരു ഇതേപോലെ ഒരു ഇതാണല്ലോ, മാർഷ്യൽ ആർട്സ് ആണല്ലേ അത് ബോക്സിങ് അത് പിന്നെ നല്ല പക്ക ഫാമിലി എന്റർടൈനർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഫാമിലി പരിപാടി ഉണ്ട് അതിനകത്ത് കുറച്ച്. ഓക്കെ. ഇങ്ങനെ ഇടിയും കുറെ സാധനങ്ങളൊക്കെ ചെയ്ത് ശരിക്കും നിങ്ങളിപ്പോ സ്റ്റണ്ട് സീൻ ഒരുപാട് ചെയ്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ശരിക്കും ഇപ്പൊ മുമ്പിൽ ഒരാൾ വന്ന് ഇത് ചെയ്താൽ നിങ്ങൾക്കും കുറെ ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഏറ്റവും ബെസ്റ്റ് ഐഡിയ എന്ന് പറഞ്ഞു ഓടുക. തല്ലാൻ തിരിച്ചു തല്ലാൻ നിക്കരുത്. തല്ല് തരുമ്പോ യു ഷുഡ് റൺ ഫസ്റ്റ്. അതാണ് എല്ലാരും പറയുന്നത്. ഫസ്റ്റ് ഓടാ. അത് കഴിഞ്ഞിട്ട് അതായത് നമ്മളൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ടാവുമല്ലോ. അതായത് നമുക്കൊരു ഫ്രീഡം എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, നമ്മളൊരു ഇതുണ്ടാവും. ആ ഫ്രീഡത്തിലേക്ക് വരുമ്പോ നമ്മൾ മാറിപ്പോവാ. ചിലര് വളരെ മോശമായിട്ട് സംസാരിക്കും, ചിലര് ചിലപ്പോ മോശമായിട്ട് നമ്മളെ ഫിസിക്കലി അറ്റാക്ക് ചെയ്യാൻ നോക്കും. അപ്പോഴായാലും നമ്മൾ മാറിപ്പോവാൻ നോക്കണതാണ് ഏറ്റവും ബെസ്റ്റ് ഐഡിയ. എന്നിട്ടും അത് ക്രോസ് ചെയ്ത് വരുമ്പോഴും പറയാ പോവാ, പ്ലീസ് പ്ലീസ് പ്ലീസ്. അത് കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ ടപ്പ കൊടുക്കുക. അതുണ്ട്, അതായത് സെൽഫ് ഡിഫെൻസ്. But I think most martial arts they say no, your first line of action is to avoid any sort of only മാർഷ്യൽ ആർട്സിൽ പറയുമ്പോ എപ്പോഴും സെൽഫ് ഡിഫെൻസിന് അല്ല അങ്ങനല്ല. നമ്മളിപ്പോ ഒരാളെ ഇൻസ്റ്റിഗേറ്റ് ചെയ്ത ആവശ്യമില്ല, നമ്മളെ മനഃപൂർവ്വം ഇൻസ്റ്റിഗേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്ത് മാക്സിമം ഒഴിവാക്കുക. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് റിസോർട്ട് ആയിട്ടാണ് ലൈക്ക് ഫിസിക്കലി ഡിഫെൻസിന് പിന്നെ കൊടുക്കുക. Even if you are hitting others, it's a form of self defense because they are not going. അവര് പോയാലേ നമുക്ക് പോകാൻ പറ്റും. If they are on your face, you have to push them. That push may be hard. That is self defense. അത് ചോദിച്ചു മേടിച്ചല്ലേ, നമ്മളെ ചൊറയാൻ വന്നിട്ടില്ല നമ്മൾ തിരിച്ചു കൊടുക്കുന്നത്. അങ്ങനെ റിയൽ ലൈഫില് നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ ആർക്കെങ്കിലും ഇടി കൊടുക്കേണ്ട അവസരം വന്നിട്ടുണ്ടോ? കൊണ്ടിട്ടുണ്ടോ? അത് വണ്ടി ഓടിക്കുമ്പോ റോഡ് റേജ് തന്നെ. വണ്ടി ഓടിക്കുമ്പോ ഒരാൾ ഇങ്ങനെ ഓടിച്ച് ഞാൻ പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് he was on the phone. I was like, ഇത് തെറ്റല്ലേ, why you doing this? There are other people on the road. She showed me middle finger. I said, പോടാ ലൂസ് എന്നിട്ട് ഞാൻ പോയി. കൊണ്ട് ചെന്നൈയില് ഞാന് തിരിച്ചൊന്നും അടിക്കാനൊന്നും പോയില്ല. ഞാൻ പോയി. പിന്നെ അറ്റ്ലീസ്റ്റ് യു വുഡ് ഹാവ് അണ്ടർസ്റ്റുഡ്. ഞാൻ പറഞ്ഞത് ബിക്കോസ് ഹി ഹാസ് ടു അണ്ടർസ്റ്റാൻഡ് സംതിങ്. അടിക്കാൻ വന്നാൽ തല്ലിയാല് പിന്നെ ആരാ വലുത്, നീ വലുതാ ഞാൻ വലുതാന്ന് പോകും. സോ ദി ബെസ്റ്റ് ഫോം ഇസ് ടു ഗോ അവേ. പെപ്പിക്ക് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്? ഇങ്ങനെയൊന്നല്ല, ഇതേപോലെ തിരിച്ച് ആർക്കെങ്കിലും റിയൽ ലൈഫിൽ അടി കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ? അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ? നമ്മള് പറയില്ല. ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിക്ക് മുമ്പ്. ആണോ? നാട്ടിലൊരു ക്രിസ്മസിന് ഒരു അടി ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ ഫ്രണ്ട്സ്, ഇനി അത് പറഞ്ഞ അലമ്പാക്കണം. അല്ല ഒന്നുമില്ല, നമ്മുടെ ഒരു ക്രിസ്മസിന്റെ അന്ന് നമ്മുടെ ഫ്രണ്ട്സ് രാത്രി, നമ്മുടെ ഫ്രണ്ട്സിന്റെ ഭാഗത്താണ് തെറ്റ്. അവന്മാര് പോയിട്ട് രാത്രി 12:30-1 മണി സമയത്ത് പോയിട്ട് ഒരു ഹോട്ടലിൽ പോയിട്ട് ഒന്ന് നാരങ്ങ ഏതാണ്ട് ചോദിച്ചു. അവിടെ അവർ അടച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഇവന്മാര് എന്താന്ന് പറയാ, ചിലപ്പോ കള്ളു കുടിച്ചിട്ടുണ്ടായിരിക്കാം, എനിക്കറിയില്ല. അപ്പൊ ആ ഹോട്ടലുകാര് ഇല്ലാന്ന് പറഞ്ഞപ്പോ ഇവന്മാര് എന്തോ മോശമായിട്ട് സംസാരിച്ചു. അങ്ങനെ അവരായിട്ട് അടിയായി പൊരിഞ്ഞടിയായി. പിന്നെ നാട്ടുകാർ തമ്മിൽ ഫുൾ, നാട്ടുകാരും ഈ പള്ളിയിൽ അന്ന് രാത്രി പാതിര കുർബാന നടക്കരുത്. അപ്പൊ നാട്ടുകാരും ഇതായിട്ട് പിന്നെ പോലീസൊക്കെ വന്ന് ഭയങ്കര അലമ്പായി. അന്ന് നല്ല അടി ഉണ്ടായിരുന്നു. അത് സിനിമയിലേക്ക് വന്നതിന് ശേഷം അല്ല, അതിനു മുന്നേ. അപ്പൊ ഇപ്പോഴും ഇങ്ങനെ നിങ്ങളുടെ ക്രിസ്മസ് കരോൾ പരിപാടി അങ്ങനെ തന്നെ ഇപ്പോഴും ആക്റ്റീവ് ആയിട്ടുണ്ടോ? ഞാൻ പോവാറുണ്ട്. ഫ്രണ്ട്സിന്റെ കൂടെ ഞാൻ ഫുള്ള്, അതായത് ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ട് ഞാൻ മറ്റേ ഒരു ചെറിയ സ്കൂട്ടറൊക്കെ എടുത്തിട്ട് കറങ്ങും. അതായത് എല്ലാ നമ്മുടെ പള്ളിയിൽ നിന്ന് വരുന്ന എല്ലാ യൂണിറ്റിന്റെയും കരോളൊക്കെ കാണാൻ വേണ്ടി
അത് ഭയങ്കര രസമാണ്, ഭയങ്കര ഫീലാണ് നമുക്ക്. ഒരു എന്താ പറയാ, അത് ആ തണുപ്പും ആ ഒരു ആംബിയൻസും ആ പാട്ടും ആൾക്കാരും ഒരു ഭയങ്കര സെലിബ്രേഷൻ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിവസം എന്ന് പറഞ്ഞാൽ ഡിസംബർ 24 ലൈഫിലെ ഏറ്റവും ഇഷ്ടമുള്ള ദിവസം. അത് ആ ദിവസം തീരല്ലേ എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. അപ്പൊ അന്ന് ഇങ്ങനെ കറങ്ങി നടക്കുക, ഫുൾ ആൾക്കാരെ കാണാ, പള്ളിയിൽ ഇപ്പൊ കുറെ ആൾക്കാർ കൂടി ആഘോഷിക്കണ്ടേ, അതിന്റെ കൂട്ടത്തില് പോയി നിൽക്കുക. ഞാൻ ഇപ്പോഴും ചെയ്യാറുണ്ട്. ഞാൻ ഇപ്പോഴും നമ്മുടെ പള്ളിയിൽ ഇതേപോലെ ഫുൾ തൊപ്പിയൊക്കെ വെച്ച് അവിടെ പോയി ആൾക്കാരുടെ കൂട്ടത്തില് നല്ല നല്ല രസമല്ലേ അത്. വീട്ടിലും വന്ന് ഭയങ്കര ആഘോഷമായിരിക്കുമല്ലോ. വീട്ടില് ഭയങ്കര ആഘോഷമായിരിക്കും. വീട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടോ അപ്പൊ? എങ്ങനെ? പെപ്പെ ഞങ്ങളവിടെ ഞാനും അമ്മയൊക്കെ കൂടി പുൽക്കൂട് പരിപാടികള് ഇതൊക്കെ വെക്കാറുണ്ട്. ലോക്കലായിട്ടാ ചെയ്യാ. ഏറ്റവും ഞങ്ങള് കാട്ടിൽ പോയിട്ട് എന്തെങ്കിലും, കാട് മീൻസ് വീടിന്റെ അടുത്തുള്ള ഏതെങ്കിലും പറമ്പിൽ പോയിട്ട് ചെറിയ കമ്പും അതൊക്കെ വെട്ടി. അല്ല, ഒരു ഡൗട്ട്, നമ്മളിങ്ങനെ ഓണത്തിന് ക്രിസ്മസിലേക്ക് എത്തിയത് അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ സൈക്കോളജിനെ പറ്റി കഴിഞ്ഞ ഇന്റർവ്യൂസിലൊക്കെ കുറെ സംസാരിക്കാൻ പറ്റില്ല, അതിന് കുഴപ്പമുണ്ടായില്ല. അപ്പൊ ഞാൻ ഇരുന്നില്ലേ, ഞങ്ങളിപ്പോ ക്രിസ്മസ് അല്ലല്ല, ഞാനിങ്ങനെ ആലോചിക്കരുത് എങ്ങനെ ഓണത്തിന് ഇപ്പോഴും ഭയങ്കര സാധാരണ ഒരു അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ നമുക്ക് നമ്മുടെ എന്താണോ അതേപോലെ അത് രസമല്ലേ. അതെ, നല്ല ഇതാ. അല്ലെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് ആയി പോവും നമ്മുടെ ലൈഫ്. അത് ഇതൊക്കെ മാറി നിന്ന് അതിനെന്താ കാര്യമുള്ള, നമുക്കപ്പൊ ഫീൽ ചെയ്യണേ അങ്ങോട്ട് ചെയ്യാ, ഫീൽ ചെയ്യാണെങ്കിൽ ചെയ്യാ, അല്ലെങ്കിൽ ചെയ്യണ്ടെന്ന് ഞാൻ പറയുള്ളൂ. ஓகே. ஏன்னா இவங்களை எப்படின்னா சாலக்குடின்னு சொன்னா மணிச்சேட்டன் நாடு. மணிச்சேட்டன் ஒரு நம்ம கூட இருந்த ஒரு ஆக்டர் இருந்தது, அவங்க இப்ப இல்ல. அப்போ மணிச்சேட்டன்னா சாலக்குடி ஒரு பிளேஸ் இருக்கு, இவங்க பிளேஸ் பக்கத்துல தான் சாலக்குடியில மணிச்சேட்டன் சொன்னா சாலக்குடி ஃபுல் மணிச்சேட்டன் கூடி இருக்கு. அந்த மாதிரி தான் இப்போ இவங்களோட ஊர்ல இருக்கு எல்லாரும். அங்கமாலியில இந்த பெப்பேன்னா அங்கமாலியில எல்லாரும் நம்ம பெப்பே அந்த மாதிரி தான் சொல்லுவாங்க. இது எனக்கு தெரியல, நான் இப்பதான் தெரிஞ்சது എനിക്ക് ഇപ്പതാ അറിഞ്ഞതല്ല. ഇല്ല, அப்படிதான் ഇപ്പൊ എല്ലാരും പറയും. ആ ഒരു യൂത്തിനാണ് എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ഭയങ്കര ഒരു, എല്ലാവർക്കും എന്താണെന്നറിയോ, ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മ പയ്യൻ അങ്കമാലിയുടെ പ്രധാനമന്ത്രി ആരാന്നറിയോ? ഇനി പെപ്പയുടെ അങ്കമാലി എന്നുള്ള പേര് മാറ്റി പെപ്പെ ഊരുന്നോ അങ്ങനെ എന്തെങ്കിലും ഞാൻ ഇങ്ങനെ ജീവിച്ച് വയ്ക്കോട്ടെ എന്നല്ലേ. ഗൗതം ഇതിനിടയിൽ ഏതൊരു മൂവി ഡയറക്ട് ചെയ്യണം എന്നുള്ള ഒരു പ്ലാൻ ഉണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായി കിട്ടോ? അത് കൊറേ നാള് മുന്നേ അല്ലേ, 2019. അല്ല, അത് ഏകദേശം ഷൂട്ട് പകുതി കഴിഞ്ഞു, ക്ലൈമാക്സ് മാത്രമേ ഉള്ളായിരുന്നു ഷൂട്ട് ചെയ്യാൻ ബാക്കി. പക്ഷെ പ്രൊഡക്ഷൻ ഇഷ്യൂ കാരണം അതോടെ ഞാൻ നിർത്തി. ഇനിയും എപ്പോഴെങ്കിലും ഞാൻ തിരിച്ച് അഭിനയത്തിലേക്കാണ്. എപ്പോഴെങ്കിലും അഭിനയിച്ച് കഴിഞ്ഞ് എനിക്കൊരു മനസ്സമാധാനം എന്നൊരു അവസ്ഥയിൽ എത്തുമ്പോഴത്തേക്ക് ഞാൻ പതുക്കെ എഴുതി തുടങ്ങി. അടുത്ത എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ ഡയറക്റ്റ് ചെയ്യണമെന്നാണ്. പക്ഷെ അതുവരെ ഇനിയും അഭിനയം മാത്രമേ കാലത്തേക്ക് ഇനി നോക്കുന്നേ ഇല്ല. ഒന്നും പറയാൻ പറ്റില്ല. എന്റെ കാര്യം ആയതുകൊണ്ട് ഇപ്പൊ PhD കൂടെ സൈഡിൽ നടക്കുന്നതുകൊണ്ട് തൽക്കാലത്തേക്ക് അഭിനയം മാത്രമേ ഉള്ളൂ ഫോക്കസ്. PhD കഴിഞ്ഞിട്ട് ചിലപ്പം അങ്ങോട്ടേക്ക് ഞാൻ വീണ്ടും ഒരു ശ്രമം നടത്തിയേക്കാം. അതൊന്നും ഒരു തീരുമാനമില്ല. പക്ഷെ വൃത്തം ഇനി എന്തായാലും ഇല്ല. ഓക്കെ. പെപ്പെ ഇപ്പൊ കൂടെ അഭിനയിച്ച ഒരാളെന്നുള്ള രീതിയിൽ എത്രത്തോളം ഈ ഒരു ഇങ്ങനെ ഒരാൾ ഡയറക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പെപ്പയ്ക്ക് ചാൻസ് കിട്ടുമോ? എന്നെ പൊന്നെ വിളിക്കണ്ട. അതെന്താ പെപ്പെ അങ്ങനെ? അല്ല, അങ്ങനെയല്ല, ഞാൻ പറഞ്ഞു. ഇത് ഒഫീഷ്യൽ ആയിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. പെപ്പ പറഞ്ഞിട്ടുണ്ട് ഞാൻ പടം ഡയറക്ട് ചെയ്യണമെങ്കിൽ വിളിക്കണം. ഞാനത് ഓർത്തിരിക്കും. അത് സൂപ്പർ വയലൻസ് മൂവിയും കൂടി ആയിരിക്കും. പെപ്പെ മിസ് ചെയ്യും. അയ്യോ ഇല്ല, വയലൻസ് ഒന്നും ഉണ്ടാവില്ല. പറയാൻ ഇല്ല, എന്റെ മൂടായിരുന്നു ഒന്നും പറയാൻ പറ്റത്തില്ല. റൊമാൻറ്റിക് മൂവി ആയിരുന്ന പെപ്പെ ഈസ് ഓക്കെ. ഓക്കെ ആണോ? അല്ല, പെപ്പെ അങ്ങനെയാണെങ്കിൽ പെപ്പെ ഇപ്പൊ ചെയ്തു തുടങ്ങിയപ്പോ മൊത്തം ഇങ്ങനത്തെ ഈ ഒരു സെയിം പാറ്റേണിലുള്ള ചെയ്തു. അതിനുശേഷം ഇടയ്ക്കൊരു ചേഞ്ച് ആണെന്ന് പറഞ്ഞാൽ ട്രാക്ക് മാറ്റി ഈ പറയുന്ന പോലെ റൊമാൻറ്റിക് മൂവിയൊക്കെ 1-2 ചെയ്തു. പക്ഷെ അത് ബാക്കിയുള്ള മൂവീസിനെ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ ആ ഒരു ലെവലിലേക്ക് ടേക്ക് ഓഫ് ചെയ്തില്ല എന്ന് തന്നെ പറയാം. അതിനുശേഷം അത് എനിക്ക് ഈ ട്രാക്ക് സെറ്റ് ആവൂല എന്ന് സ്വയം അങ്ങനെ തോന്നിയിട്ടാണോ പിന്നെയും തിരിച്ച വയലൻസ് ഈ ഒരു ആക്ഷൻ മൂവിയിലേക്കൊക്കെ വന്നത്? അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. എനിക്ക് ഇപ്പോഴും നല്ല ആഗ്രഹം റോം കോം ചെയ്യണം. ഓക്കെ. അപ്പൊ അങ്ങനെ കരയിലും കടലിലും ഒരുമിച്ച് ജീവിച്ച കുറെ വ്യക്തികളുടെ കഥ പറയുന്ന കൊണ്ടൽ റിലീസിംഗ് ഡേറ്റ് കൂടെ പറയൂ.
സെപ്റ്റംബർ സെപ്റ്റംബർ 13-ാം തീയതി. യെസ്. അപ്പൊ ഓണത്തിന്റെ കുറച്ച് 2 ദിവസം മുമ്പേ നമ്മുടെ തിയേറ്ററിലേക്ക് എത്താൻ പോവാണ്. ഈ ഒരു ഫുൾ പാക്കേജിൽ ഈ ഒരു എനർജിയിൽ തന്നെ നമുക്ക് ആ മൂവി പോയി ഓണത്തിന് നമ്മൾക്ക് പോയിട്ട് നമുക്ക് തിയേറ്ററിൽ കാണാം. അപ്പം ഓൾ ദി ബെസ്റ്റ്, നല്ല രീതിയിൽ പോട്ടെ. நீங்க ரொம்ப இந்த மாதிரி മലയാളം മൂവീസിലേക്ക് മോസ്റ്റ് വെൽക്കം കേട്ടോ. മലയാളം മൂവീസിക്ക്. അപ്പൊ നിങ്ങൾ വർഷത്തിൽ ഒന്നെന്നുള്ളത് കൂടി കൂടി വരട്ടെ. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. അടിപൊളി. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് അമേരിക്ക.